പാകിസ്ഥാൻ ഒരു കനത്ത വ്യോമാക്രമണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സംഘർഷഭരിതമായ അതിർത്തി ഭേദിച്ചുകൊണ്ട് അഫ്ഗാന്റെ തലസ്ഥാനമായ കാബൂളിൽ 10 ഇടങ്ങളിലാണ് ഈ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇതിൽ തെഹ്രിക്കെ താലിബാൻ, അതായത് താലിബാന്റെ സഹായത്തോടുകൂടി പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ് തെഹ്രിക്കെ താലിബാൻ. നൂർ വാലി മുഹമ്മദ് എന്ന് പറയുന്ന ഈ തെഹ്രിക്കെ താലിബാന്റെ നേതാവിനെ ലക്ഷ്യമിട്ടായിരുന്നു ഈ ആക്രമണം. എന്നാൽ ഈ നേതാവ് സുരക്ഷിതനായി പാകിസ്ഥാനിൽ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും ഈ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് മുന്നറിയിപ്പ് നൽകിയ 48 മണിക്കൂർ തികയും മുമ്പ് അഫ്ഗാന്റെ അതിർത്തി കടന്ന് പാകിസ്ഥാന്റെ കനത്ത ആക്രമണം. ഇത് ശ്രദ്ധേയമായ ഒരു സമയം കൂടിയാണ് ഇത്. കാരണം അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി മുത്താഖി ഇന്ത്യയിൽ എത്തിയിരിക്കുന്ന ദിവസമാണ്. ഇന്ന് അദ്ദേഹം ജയശങ്കറുമായും അജിത് ഡോവലുമായൊക്കെ ചർച്ച നടത്താനിരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് പാകിസ്ഥാന്റെ കനത്ത വ്യോമാക്രമണം നടന്നിരിക്കുന്നത്. ഏതായാലും സംഘർഷം വ്യാപിക്കുകയാണ്. പാക് ഈ അഫ്ഗാനിസ്ഥാൻ ബോർഡറായ കുനാർ, നർഗർഗ് വാലി എന്നിവിടങ്ങളിലൊക്കെ സംഘർഷം തുടങ്ങിയിരിക്കുന്നു. റാവൽപിണ്ടിയിൽ നൂർ വാലി മെഹ്സൂദിന്റെ അനുയായികൾ പ്രതിഷേധവുമായി ഇറങ്ങും എന്നുള്ള ചില സൂചനകളും പാകിസ്ഥാനിൽ നിന്ന് വരുന്നുണ്ട്. ഏതായാലും ഇതൊരു വ്യോമാക്രമണമായിരുന്നു എന്ന് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കാരണം ബഗ്രാം വിമാനത്താവളം അല്ലെങ്കിൽ വ്യോമത്താവളം തിരികെ പിടിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിനിടയിലാണ് പാകിസ്ഥാന്റെ ഈ ആക്രമണം എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം തന്നെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ എത്തുന്ന സമയം നോക്കി തന്നെയാണ് ഈ ആക്രമണത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യയുമായി അടുക്കുന്നത് ശരിയല്ല എന്ന് മുൻപ് ഈ പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞതും ഈ അവസരത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.